സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമജടതകർത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ വിനുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മദത്തം ദത്താവത്ബാധിതാട്ടാർ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ രാമായണ കഥ പ്രതിപാദിച്ചത് എങ്ങനെ എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാരീചനെ ഓടിച്ച് അന്യരക്ഷാംസി നിഗ്നൻ രാക്ഷസന്മാരെ വധിച്ച് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത്, അതുപോലെ തന്നെ ത്രയംബകം ബില്ല് ഒടിച്ച് സീതയെ വിവാഹം കഴിച്ചു. ഇന്ദിരാമേവ ലബ്ധ്വ ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി എന്നിവരാൽ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരും അവരെ വേട്ട് അയോധ്യയിലേക്ക് മടങ്ങി എന്നാണ് പറഞ്ഞു വെച്ചത്. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ആരുന്ധാനേരുഷാംധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വദേശോ യാദോസ്യോദ്ധ്യം സുഗമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനേകദാധോ ഗതപതി ഭരതേ മാതുലത്യാദിവാസം താതാരബ്ധോഭിഷേകത്തവ കില വിഗത കേകയാദീശപുത്ര്യ. ആരുന്ധാനേരുഷാന്തേ ഭൃഗുകുലതിലകേ. ഭൃഗുകുലത്തിലത്തെ രാമനാണ് പരശുരാമൻ. വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ നടുവിൽ ചില ദുർനിമിത്തങ്ങൾ കണ്ടു. യാത്ര ആരംഭിച്ചപ്പോൾ തുടർന്ന് നല്ല ലക്ഷണങ്ങളും കണ്ടു. ദശരഥൻ ഭയന്നു. ഈശ്വര, നല്ലൊരു മംഗളകർമ്മം നടന്നു വരുമ്പോൾ എന്താണ് ദുശകുനങ്ങൾ കാണാൻ കാരണം? വസിഷ്ഠനോട് ചോദിച്ചു. ലക്ഷണം പറയാൻ കഴിവുള്ള വസിഷ്ഠൻ പറഞ്ഞു, ആദ്യം കുറച്ച് പ്രശ്നവും ഭീതിയും ഉണ്ടാവും നൃപ. അതാണ് ദുർലക്ഷണങ്ങൾ കാണിക്കുന്നത്. അതിനുശേഷമോ നന്മയുണ്ടാവും. എന്തായാലും നോക്കുക എന്നും പറഞ്ഞ് പോരുന്ന സമയത്താണ് അതിശക്തനും ക്ഷത്രിയ നിഗ്രഹം ചെയ്തവനും ആയ പരശുരാമൻ, അതായത് പരശുരാമൻ്റെ അച്ഛനായിട്ടുള്ള ജമദഗ്നിയെ കൊന്നു കാർത്യവീരാർജുനൻ എന്ന ക്ഷത്രിയ രാജാവ്. ഇത് കണ്ടിട്ട് ജമദഗ്നിയുടെ പത്നി രേണുക, അതായത് പരശുരാമൻ്റെ അമ്മ, മാറത്തടിച്ച് കരയാണ്. 21 പ്രാവശ്യം മാറത്തടിച്ചു. ഇനിയും മാറത്തടിക്കരുത് അമ്മേ, അത് കാണാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് രാമൻ ആ കൈ പിടിച്ചു. 21 പ്രാവശ്യം ക്ഷത്രിയ നിഗ്രഹം ചെയ്തു. അപ്പം ക്ഷത്രിയ ശത്രുവായിട്ടാണ് നമുക്ക് പരശുരാമനെ കാണാൻ കഴിയുക. ഒരു വിരോധാഭാസമുണ്ട്. രാമനും പരശുരാമനും ഭഗവാന്റെ അവതാരമാണ്, ശ്രീരാമനും ഭഗവാന്റെ അവതാരമാണ് അല്ലേ. 2 അവതാരങ്ങൾ തമ്മിലാണ് ഇവിടെ തമ്മിത്തല്ല്. അത് കഥയുടെ ഒരു വൈപരീത്യം അങ്ങനെ വരണത്. ക്ഷത്രിയ ശത്രുവാണ് പരശുരാമൻ, ക്ഷത്രിയനാണ് ശ്രീരാമൻ. അപ്പം ആ ഒരു ക്ഷത്രിയൻ്റെ ശത്രുത മനസ്സിൽ വെച്ചിട്ടാണോ രാമനോട് എതിർക്കാൻ വന്നത്? സംക്രമയ്യ യാദേ, അങ്ങനെ മടങ്ങി വന്നതായിട്ടുള്ള സമയത്തിൽ ഭയങ്കരമായിട്ടുള്ള വാഗ്വാദം അവർ തമ്മിലുണ്ടായി. രാമ, അങ്ങ് ശ്രീരാമനാണ് എന്നും വൈഷ്ണവ ശൗര്യശാപമായിട്ടുള്ള ത്രയംബകം ഭഞ്ജിച്ചു എന്ന് ഞാൻ കേട്ടു. എൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അത് വൈഷ്ണവ ശാപമാണ്. ഇതിനെ ഭഞ്ജിക്കാൻ നിനക്ക് കഴിയുമോ? ഒടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ ഒടിക്കേ എന്ന് വെല്ലുവിളിച്ചു. അവിടെ ഭഗവാൻ ശാന്തയില്ലതെല്ലാം ഉണ്ടായത്. വെല്ലുവിളിക്കാൻ വന്നാൽ ആരായാലും ഒന്ന് രൗദ്രം കാണിച്ചു കൊടുക്കണം. അത് ലോകത്തിൽ ഒരു സമ്പ്രദായമാണ്. അങ്ങനെ എന്നെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തരിക ആ വില്ല്, ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്നിങ്ങോട്ട് പറഞ്ഞ് പിടിച്ചിങ്ങോട്ട് എടുത്തു രാമൻ. ശക്തിയായിട്ട് അതിനെ അങ്ങോട്ട് ഒട്ടിച്ചു, നിഷ്പ്രയാസം, ഒരു പ്രയാസം കൂടാതെ. അപ്പോൾ പരശുരാമന് മനസ്സിലായി, ഇത് ചില്ലറക്കാരനല്ല, സാക്ഷാൽ ഭഗവാന്റെ അവതാരം തന്നെയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഈ ഭൂമിയൊക്കെ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിരുന്നു എന്നാണ്, എല്ലാ ഭൂമിയും. അതുകൊണ്ടൊക്കെ ഈ കേരളത്തിലത്തെ അധികവും ബ്രാഹ്മണ ഭൂമിയാണെന്നാണ്. അതാണ് ഈ ബ്രഹ്മരക്ഷസ് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവും. അത്രേ റൂട്ട് നോക്കി വെച്ചൊക്കെ ബ്രാഹ്മണ സ്വത്താണ്.
എടുത്തു വെച്ചാൽ പറയാം ഇപ്പം പണിക്കരുത് പരമാക്ഷസൊക്കെ ഉള്ളത് തന്നെ കേട്ടോ, ഇല്ലാത്തൊന്നുമല്ല. അപ്പോൾ ആ ഒരു ദാനം കൊടുത്തതുകൊണ്ട് പരശുരാമന് തന്നെ നിൽക്കാൻ സ്ഥലമില്ലാണ്ട് ഒക്കെ ബ്രാഹ്മണരുടെ ആയി. അതിന് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി എന്നാണ്. പിന്നെ അപ്പം എന്തിനാ ഇപ്പം ഈ വന്നത്? രാമനെ കാണാൻ. അങ്ങനെ ശ്രീരാമനെയും അവതാര പുരുഷനായി മനസ്സിലാക്കി നല്ലൊരു സ്തുതിയൊക്കെ ഉണ്ട് അധ്യാത്മരാമായണത്തിൽ. നമസ്കരിച്ച് വേഗം എന്ത് ചെയ്ത് ദശരഥൻ പേടിച്ചു വിറച്ചു. തൻ്റെ കുട്ടിക്ക് വല്ല കുഴപ്പവും പറ്റുമോ രാമനെ? നമസ്കരിച്ചു ദശരഥൻ. എന്തായാലും അതിനെ തുടർന്ന് തൻ്റെ തേജസ് മുഴുവൻ ഭഗവാനിൽ സമർപ്പിച്ച് ആ അസ്ത്രം എവിടേക്കാണ് അയക്കേണ്ടത് ചോദിച്ചു രാമൻ. രാമായണത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതുവരേക്ക് താൻ സമ്പാദിച്ചതായിട്ടുള്ള എല്ലാ ലോകങ്ങളിലേക്കും വലിയ രാമ അങ്ങയുടെ അസ്ത്രം അയച്ചോളൂ, എൻ്റെ സർവ്വസമ്പാദ്യവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കണമെന്നും പറഞ്ഞിട്ടാണ് കഴിഞ്ഞത്. ആരുന്ധാനേ രുഷാന്തേ ഭൃഗുകുലത്തിലകേ സംക്രമയ്യ സ്വദേശോ, ഈ കാര്യങ്ങളൊക്കെ ഒരൊറ്റ വരിയിലാണ് പറഞ്ഞത്. തൻ്റെ തേജസ് മുഴുവൻ ശ്രീരാമന് സമർപ്പിച്ച് യാദേയാദോസ്തയോധ്യാം സുഗമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ, കാന്തമൂർത്തേ അല്ലയോ സുന്ദര, തേജസ്സോട് കൂടിയതായിട്ടുള്ളവനെ അയോധ്യയിലേക്ക് മടങ്ങി അങ്ങ് സുഖമായി സീതയോടുകൂടി വസിച്ചില്ലേ? കാന്തയാ സുഗമിക നിവസൻ, കാന്തയാ സുഗമിക നിവസൻ, പത്നിയായ സീതയോട് കൂടിയിട്ട് സുഖമായിട്ട് വസിച്ചു. ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ അവരുടെ പത്നിമാരോട് കൂടിയിട്ടും സുഖമായിട്ട് വസിച്ചു. ആ മരുമക്കളെ എല്ലാ മക്കളെ പോലെ കൗസല്യയും മറ്റ് അമ്മമാരും സ്നേഹിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊന്നും യാതൊരു ഭേദബുദ്ധിയില്ല. രാമന് കൗസല്യോടോ കൈകേയിയോടോ അധികം ഇഷ്ടമെന്ന് പറഞ്ഞറിയിക്കാനും കൂടി പറ്റാത്ത വിധം സ്നേഹമായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ ആദ്യഘട്ടം കഴിഞ്ഞുകൂടി. ശത്രുഘ്നേന ഹി ഗതാധോ ഗതപതി ഭരതേ മാതുലത്യാദിവാസം. ഈ സമയത്താണ് ഭരതനെ ഭരതൻ പോയാൽ അപ്പോൾ കൂടെ ശത്രുഘ്നനും ഉണ്ടാവും. എവിടെ നിഴല് പോലെയാണ്. രാമൻ പോയാലോ കൂടെ ലക്ഷ്മണനും ഉണ്ടാവും. യുധാജിത്തിൻ്റെ അവിടെ കൈകേയിയുടെ രാജ്യം, കൈകേയിയുടെ അച്ഛൻ്റെ സാമ്രാജ്യമാണല്ലോ അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കാലം വസിക്കാൻ വേണ്ടി ഭരതനെ കൊണ്ടുപോയി. കൂടെ ആര് പോയി? ശത്രുഘ്നനും പോയി. മാതുലസ്യാദിവാസം, ഭരതൻ്റെ അമ്മാമനാണ് കൈകേയ രാജാവ്, അമ്മയുടെ സഹോദരനാണ് രാജാവ്. അപ്പോൾ അമ്മാവൻ മാതുലൻ, കൈകേയിയുടെ സഹോദരൻ. താതാരബ്ധോഭിഷേക, ആ സമയത്ത് പട്ടാഭിഷേകം നിശ്ചയിച്ചു. താതൻ അച്ഛൻ, അച്ഛനാൽ നിശ്ചയിക്കപ്പെട്ട ആരംഭിക്കപ്പെട്ട അഭിഷേകം ആര് മുടക്കി? കേകയാധീശപുത്രിയ, 2 വരം ചോദിച്ചുകൊണ്ട് കൈകേയി മുടക്കി. വിഹത, മുടക്കപ്പെട്ടു. ഇത്ര വേഗ കാര്യങ്ങൾ കഴിയണം. ആരബ്ധോഭിഷേക തപകില വിഗത കേകയാധീശപുത്രിയ. ചെറിയ വാക്കുകളിലാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പട്ടാഭിഷേകത്തിൻ്റെ ഒരുക്കം തന്നെ രാമായണത്തിൽ എത്രയാ പറയുക. എത്ര ആനകൾ വേണം, എത്ര പുലിത്തോല്, പുത്തൻ പുലിത്തോല് വേണം. ആന, കാലാള, കന്യകമാർ, കുതിരകൾ എല്ലാം അണിനിരക്കണം ഇല്ലേ? പൊന്നിൻ കലശങ്ങളൊക്കെ കുംഭം നൂല് കെട്ടിയിട്ട് വെച്ചിരിക്കണം. അനവധി പാറാവുകൾ, രഥം, തേര, ആന, സ്വർണം, നഗരം മുഴുവൻ അലങ്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് പട്ടാഭിഷേകത്തിന് ഒരുപാട് വിവരിക്കും. വസിഷ്ഠൻ പറഞ്ഞ പോലെ ഒക്കെ ചെയ്യണം, എവിടെയും വീഴ്ച വരുത്തരുത്. താതാരബ്ധോഭിഷേക, ഈ വാക്കിൽ ഇതൊക്കെ വരുന്നു. താതം അഭിഷേകം ആരംഭിച്ചു. സമയത്ത് 2 വരം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദശരഥനെ സഹായിച്ചിട്ടുണ്ട് കൈകേയി. അതിന് 2 വരം എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. മന്ധരയുടെ ദുരുപദേശം കൊണ്ട് രാമൻ രാജാവായി കഴിഞ്ഞാൽ ഭരതൻ ദാസനും കൈകേയി ദാസിയും ആവും. അതുകൊണ്ട് തീർച്ചയായിട്ടും എത്ര നല്ല ആൾക്കാരായാലും ദുസ്സംഗം കൊണ്ട് എങ്ങനെ സ്വഭാവം മാറുന്നു എന്ന് കാണിക്കുകയാണ്. അതുവരെ നല്ല സ്നേഹമായിരുന്നു രാമനോട്, കൈകേയിക്ക് രാമനോടും, 2 കൂട്ടർക്കും അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും. ദശരഥന് കൈകേയിയോടും ഇഷ്ടമാണ്, കൈകേയിക്ക് ദശരഥനെ ഇഷ്ടമാണ്. പക്ഷെ ഇതൊക്കെ ആ മന്ധരയുടെ ദുർവാക്കുകൊണ്ട് എത്ര വേഗം മാറി. അതുകൊണ്ട് ദുസ്സംഗം എപ്പോഴും ത്യജിക്കണം എന്നൊരു പാഠമാണ് ഇതിന്ന് പഠിക്കേണ്ടത്. താതാരബ്ധോഭിഷേക തപകില വിഗത കേകയാധീശപുത്രിയ. കൈകേയിയാണ് കേകയാധീശപുത്രി.
ഏകരാജ്യത്തിൻ്റെ രാജാവായിരിക്കുന്ന യുധാജിത്തിൻ്റെ മകളായ കൈകേയിയാൽ അങ്ങയ്ക്ക് നിശ്ചയിക്കപ്പെട്ട അഭിഷേകം അല്ലെങ്കിൽ ഗുരുവായൂരപ്പ മുടക്കപ്പെട്ടുവല്ലോ എന്ന് പറഞ്ഞിട്ട് അഭിഷേക വിഘ്നം വരെ വർണ്ണിച്ചിരിക്കുകയാണ്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.